Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പ്രതീകാത്മകമെന്ന BJP. കുടിയേറ്റക്കാർ പ്രയോഗവും ആ തരത്തിലുള്ളതാണെന്നാണ് വിശദീകരണം. വിദ്വേഷ പ്രസംഗങ്ങളിൽ വ്യാപക പ്രതിഷേധമുയർന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിനാണ് ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, എന്ത് തോന്നുന്നു? ആദ്യം സമയം തേടിയിരുന്നു മറുപടി നൽകാൻ. ഇപ്പോൾ കൊടുത്ത മറുപടി പ്രതീകാത്മകമാണ്. ഏപ്രിൽ 21 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടത്തിയ നരേന്ദ്രമോദിയുടെ പ്രസംഗമാണല്ലോ ഏറ്റവും വലിയ വിവാദമായത്. ആ പ്രസംഗത്തെ സംബന്ധിച്ചാണല്ലോ പരാതി ഉണ്ടായത്. അതേ സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏപ്രിൽ 6 രാജസ്ഥാനിലെ അജ്മീറിൽ, ഏപ്രിൽ 7 ബീഹാറിലെ നവാഡയിൽ, ഏപ്രിൽ 9 ഉത്തർപ്രദേശിലെ ഭിലിഭിട്ടിൽ, ഈ 3 സ്ഥലങ്ങളിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ 21 മുമ്പ് ഈ 3 സ്ഥലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഞങ്ങളാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്, ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ്. നമുക്കറിയാലോ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മുടെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് മതചിഹ്നങ്ങളോ മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാനോ ഒന്നും പാടില്ല എന്നിരിക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു സവിശേഷ സമുദായത്തിൻ്റെ ആരാധനാ വിഗ്രഹമായിട്ടുള്ള ശ്രീരാമൻ്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഒരാക്ഷനും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന്. ഏപ്രിൽ 20 സംഭവിച്ച 3 കാര്യങ്ങളാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ അല്ലല്ലോ, ഇന്ത്യയിലൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ. 1987 മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രമേഷ് പ്രഭു എന്നൊരാളായിരുന്നു ശിവസേനയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് വേണ്ടി ബാൽ താക്കറെ വോട്ട് അഭ്യർത്ഥിച്ചത് ഇദ്ദേഹം ഒരു ഹിന്ദുവാണെന്നും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഹിന്ദുക്കളും രമേഷ് പ്രഭുവിന് വോട്ട് ചെയ്യണം എന്നുമാണ്. അന്ന് 1987 രാജീവ് ഗാന്ധി അധികാരത്തിലിരിക്കുന്ന സമയമാണ്. പെരിശാസ്ത്രിയായിരുന്നു അന്ന് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അന്ന് അദ്ദേഹം സ്വമേധയാ ഒരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? 6 വർഷത്തേക്ക് ബാൽ താക്കറെയും രമേഷ് പ്രഭുവിനെയും അയോഗ്യരാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും കഴിയില്ല. ആർക്കെതിരെയാണ് ഈ നടപടി? ബാൽ താക്കറെക്കെതിരെയാണ് നടപടി. മഹാരാഷ്ട്രയെ നിർത്തിക്കത്തിക്കാൻ കഴിയുന്ന നേതാവിനെതിരെയാണ് അന്ന് പെരിശാസ്ത്രി എന്ന് പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നടപടിയെടുത്തത്. അങ്ങനെ ഒരു പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഒരു മതത്തിൻ്റെ പേരിൽ, ഒരു ദൈവത്തിൻ്റെ പേരിൽ, ഒരു സമുദായത്തിൻ്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിനെയാണ് ഡീബാർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ ഏപ്രിൽ 6, ഏപ്രിൽ 7, ഏപ്രിൽ 9 എന്നീ 3 ദിവസങ്ങളിൽ നരേന്ദ്രമോദി രാമൻ്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടായില്ല, ഒരു ഇടപെടലും ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. പിന്നെയാണല്ലോ ഏപ്രിൽ 21 ബൻസ്വാരയിൽ ഈ പ്രസംഗം നടത്തുന്നത്. ഈ പ്രസംഗത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് അത് പ്രതീകാത്മകമായിട്ട് സംസാരിച്ചു എന്നാണ് JP നഡ്ഡ നൽകിയിരിക്കുന്ന മറുപടി. നോക്കാം, നമുക്ക് കുറേയൊക്കെ പ്രതീകാത്മകമാണ്, സമ്മതിക്കേണ്ടി വരും. കാരണം നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുമ്പോൾ ആരെയും കുറിച്ച് പറയുന്നില്ല, പെരുകുന്നവർ എന്ന് പറയുമ്പോൾ ആരെയും കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ പ്രസംഗം അവിടെ അവസാനിച്ചില്ലല്ലോ. അതിനുശേഷം മുന്നോട്ട് പോയ നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നൽകിപ്പോരുന്ന ഭരണഘടനാപരമായിട്ടുള്ള സംവരണം, ആ ആനുകൂല്യത്തെ ചീൻ കർക്കെ തട്ടിയെടുത്ത് കവർച്ച ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു. കോൺഗ്രസ് അവരുടെ വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നു എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ നിന്ന് പ്രസംഗിക്കുമ്പോൾ ആർക്കെതിരെയൊക്കെയാണ് ഈ വികാരം ഇളക്കിവിടുന്നത്? മുസ്ലിം സമുദായത്തിനെതിരെ വികാരം ഇളക്കിവിടുന്നു എന്ന് മാത്രമല്ലല്ലോ, മതസ്പർദ്ധ ഉണ്ടാക്കുകയല്ലേ. കൃത്യമായി പിന്നോക്ക വിഭാഗങ്ങളും ദളിതരും മുസ്ലിങ്ങളെ ശത്രുക്കളായി കണ്ടോളൂ, നിങ്ങളുടെ അവകാശങ്ങളെല്ലാം കവർ ചെയ്യാൻ പോകുന്നവരാണ് അവരെ പിന്തുണയ്ക്കുന്നവരും അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവരുമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായൊരു മതവിദ്വേഷം അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. എന്നിട്ട് ഏപ്രിൽ 21 ഈ പ്രസംഗം വിവാദമായപ്പോൾ നമ്മൾ അടക്കമുള്ളവർ ചർച്ച ചെയ്തു, രാജ്യത്തെ മൊത്തം മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അന്ന് വൈകുന്നേരം തന്നെ കോൺഗ്രസും CPIM-ലും പോയിട്ട് പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. എത്ര ദിവസം അതിൻ്റെ മുകളിൽ ഇലക്ഷൻ കമ്മീഷൻ അടയിരുന്നതെന്നറിയാമോ? 4 ദിവസം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിവാദ വിഷയമായി നരേന്ദ്രമോദിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതേ സംബന്ധിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായിരുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ. 4 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 25 ഒരു നോട്ടീസ് അയച്ചത്. ആർക്കാണ് അയച്ചത്? അത് JP നഡ്ഡയ്ക്കാണ് അയച്ചത്. വളരെ വിചിത്രമാണ് ഈ കാര്യം. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരാളെ പോയി കൊന്നു കഴിഞ്ഞാലുണ്ടല്ലോ,
എനിക്കൊരു ശിക്ഷയും ഉണ്ടാവില്ല, മറിച്ച് എനിക്ക് ജന്മം നൽകിയ അമ്മയെ ശിക്ഷിക്കും. ഈ വിധത്തിലുള്ളൊരു വ്യാഖ്യാനമാണ് ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പാർട്ടി പ്രസിഡന്റിനാണ്, പാർട്ടി ഓർഗനൈസേഷനാണ്. ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സൊക്കെ പോയിട്ട് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തും, നിങ്ങളാണ് അവരെ നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒഴികഴിവ് വെച്ച് അയച്ചിരിക്കുന്നത് ആർക്കാണ്? JP നഡ്ഡയ്ക്കാണ്. ഏപ്രിൽ 25-ാം തീയതി ഉണ്ടല്ലോ മനോഹരമായൊരു ബാലൻസിംഗ് ആക്ട് നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ നരേന്ദ്രമോദിക്കൊരു ഷോക്കോസ് നോട്ടീസ് അയച്ചു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഈ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെയും അതേ ദിവസം തന്നെ ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വാർത്തയാവുമ്പോൾ എല്ലാം ഒരുമിച്ച് വരണമല്ലോ, അത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. എന്തിനായിരുന്നു ഈ ഖാർഗെക്കെതിരായിട്ട് നോട്ടീസ് അയച്ചത്? എന്താ പരാതി എന്നറിയാവോ? ഈ പറയുന്ന BJPയും NDAയും വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് ഖാർഗെ പ്രസംഗിച്ചു. ഇതാണ് ഖാർഗെക്കെതിരായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്. അതാണ് BJP എഴുതി കൊടുത്തിരിക്കുന്ന പരാതി. ഇത് ആദ്യം പ്രസംഗിച്ചത് ആരാണെന്നേ? ആനന്ദ് കുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന BJPയുടെ MP ആയിരുന്ന ആളാണ് കർണാടകത്തിൽ ഈ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗം ഉദ്ധരിച്ചുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി, എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പരാതി എന്നറിയാവോ? നരേന്ദ്രമോദിക്കെതിരായിട്ട് ഫോൾസ് അലിഗേഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ഇവിടെ മതവിദ്വേഷമോ അല്ലെങ്കിൽ മതസ്പർദ്ധയോ ഒന്നും ഉണ്ടാക്കാനല്ല രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. സ്വാഭാവികമല്ലേ ഈ രാജ്യത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പിൽ ആരോപണങ്ങൾ ഉന്നയിക്കും എന്നുള്ളത്? അതിന് ഈ പറയുന്ന BJP കൊടുത്ത പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ രാഹുൽ ഗാന്ധിയെക്കുറിച്ച്? ഹീസ് എ പാത്തോളജിക്കൽ ലയർ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പാത്തോളജിക്കൽ ലയർ, ഹാബിച്വൽ ഒഫൻഡർ. ഒരു രാജ്യത്ത് ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖത്തെ വിളിച്ചിരിക്കുന്നത്, അതും ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കുന്ന പരാതിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പാത്തോളജിക്കൽ ലയർ എന്നും ഹാബിച്വൽ ഒഫൻഡർ എന്നും ഒക്കെയാണ്. ഈ രീതിയിലാണ് നോട്ടീസ് കൊടുത്തത്. ഈ രണ്ട് നോട്ടീസുകളുടെയും പേരിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായി. അതായത് നരേന്ദ്രമോദിക്ക് പകരം JP നഡ്ഡയ്ക്ക് അയക്കുമ്പോൾ ഇപ്പുറത്തെ ബാലൻസിങ് ആക്ട് ആണ് വളരെ കൃത്യമായിട്ട് ഖാർഗെക്കും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും കൂടി നോട്ടീസ് കൊടുത്ത് അത് വളരെ നന്നായിട്ട് അങ്ങ് ബാലൻസ് ചെയ്തു. നമ്മളിവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർക്കൊക്കെ എതിരെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിൽ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? എല്ലാ ആക്ഷൻസും വന്നിട്ടുള്ളത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. ഏപ്രിൽ 16-ാം തീയതി രൺദീപ് സിംഗ് സുർജേവാല ഹരിയാനയിൽ ഒരു പ്രസംഗം നടത്തുമ്പോൾ ഹേമമാലിനിക്കെതിരായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമെന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു. 48 മണിക്കൂറേക്ക് സുർജേവാലയെ സെൻസർ ചെയ്തു ഈ ഇലക്ഷൻ കമ്മീഷൻ. അവിടെ തീർന്നിട്ടില്ല. സുപ്രിയ ഷിറിൻ്റെ കോൺഗ്രസിൻ്റെ വക്താവാണ്, കങ്കണ റണൌട്ടിനെതിരായിട്ടൊരു പോസ്റ്റ് ഇട്ടു, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പിൻവലിക്കേണ്ടി വന്നു. വളരെ പെട്ടെന്ന് ഇടപെട്ടു ഇലക്ഷൻ കമ്മീഷൻ. അവിടെയും കഴിഞ്ഞില്ല. അതീഷി മർലേന ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്, ഡൽഹി മന്ത്രിയാണ്. ഈ അരവിന്ദ് കെജ്രിവാൾ അകത്തായതിനു ശേഷം ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് അതിഷി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിഷി പറയുന്നു, ഞങ്ങളിൽ പലരെയും ഈ പറയുന്ന BJP പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളുടെ MLA-മാരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. വസ്തുതയല്ലേ? അവർ ആ വസ്തുത വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ കയറി ഇടപെട്ടു BJPയുടെ പരാതിയിൽ. ഈ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ വളരെ കൃത്യമായ നടപടികൾ എടുക്കാനായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇലക്ഷൻ കമ്മീഷൻ നടത്തുമ്പോൾ ഇവിടെ വളരെ നിശബ്ദമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഏപ്രിൽ 25-ാം തീയതി ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് എന്നാ പറഞ്ഞത് മറുപടി തരണമെന്ന് പറഞ്ഞത്? ഏപ്രിൽ 29-ാം തീയതി രാവിലെ 11 മണിക്ക് ഉള്ളിൽ ഇത് തരണമെന്ന് പറഞ്ഞു, മറുപടി തരണമെന്ന് പറഞ്ഞു. എന്നാ മറുപടി കൊടുത്തത്? ഇന്നലെയാണ് മറുപടി കൊടുത്തത്. ഇന്നലത്തെ തീയതി എത്രയാ? ഏപ്രിൽ 13 അല്ലേ? ഏപ്രിൽ 13-നാണ് മറുപടി കൊടുത്തത്. മെയ് 13-നാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. എത്ര ദിവസം ഇത് കൊടുത്ത് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഈ കൂടുതൽ സമയം ആവശ്യപ്പെട്ട സമയത്ത് നരേന്ദ്രമോദി മിണ്ടായിരുന്നിട്ടുണ്ടോ? നരേന്ദ്രമോദി മെയ് 1-ാം തീയതി ഹൈദരാബാദിൽ പ്രസംഗിക്കുന്നു. അതുപോലെ മെയ് 6-ാം തീയതി അദ്ദേഹം മധ്യപ്രദേശിലെ ധറിൽ പ്രസംഗിക്കുന്നു. ഈ രണ്ടിടത്തെയും പ്രസംഗം എന്താണെന്ന് അറിയാവോ? പ്രസംഗം എന്ന് പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കില്ല എന്നാണ്. അതായത് ഈ പറയുന്ന ഏപ്രിൽ 21-ാം തീയതി നടത്തിയ കടുത്ത വിദ്വേഷ പ്രസംഗത്തിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഒരു നോട്ടീസ് അയച്ച് അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ അതേ വാദമുഖങ്ങൾ നരേന്ദ്രമോദി ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് മെയ് 1-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. അത് ഹൈദരാബാദിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് ഹൈദരാബാദ് എന്ന് പറഞ്ഞത്. അവിടെ ഒവൈസിയാണ് ജയിച്ചു വരിക. അവിടെ പോയി നിന്നിട്ടാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ മധ്യപ്രദേശിലെ ധറിലും പ്രസംഗിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ നൽകില്ല. അങ്ങനെ പറയുമ്പോൾ ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത്? ഇതൊക്കെ ഒരു ക്ലിയർ വയലേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ഇവിടെയൊക്കെ കൃത്യമായ നടപടി വേണം. അതാണ് ഉന്നതമായ ജനാധിപത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് എന്തും വിളിച്ചു പറയാനുള്ള യാതൊരു അവകാശവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരാർത്ഥിയെയും ഒരു വോട്ടർക്കുമുള്ള അതേ അവകാശമേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ചോദ്യത്തിൻ്റെ മറുപടി പറയണമല്ലോ. യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. 2019 3 സ്ഥലങ്ങളിൽ
നരേന്ദ്രമോദി പ്രസംഗിച്ചു, മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ പ്രസംഗിച്ചു, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രസംഗിച്ചു, അതേപോലെ തന്നെ കർണാടകത്തിലെ ചിത്രദുർഗയിൽ പ്രസംഗിച്ചു. ഈ 3 പ്രസംഗങ്ങളുമാണ് അക്കാലത്ത് ഏറ്റവും വിവാദമായ പ്രസംഗം. ആ പ്രസംഗം എന്താണ്? ബാലാക്കോട്ടും പുൽവാമയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യൻ സൈനികർ പുൽവാമയിൽ മരിച്ചു വീണിരിക്കുന്നു. പുതിയ വോട്ടർമാരോടാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം എന്ന് പറയുന്നത്. നിങ്ങൾ പുതിയ വോട്ടർമാരാണ്, നിങ്ങൾ ഈ പുൽവാമയിൽ രക്തസാക്ഷികളായ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് വേണ്ടി നിങ്ങളുടെ വോട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിവിടെ തീർന്നില്ല. ബാലക്കോട്ട് പോയി ആക്രമിച്ച സൈനികർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നാണ് ആരോപിച്ചത്. ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവങ്ങളുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ ഒക്കെ തന്നെയും ആളുകൾ വോട്ട് ചോദിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അതിനേക്കാൾ വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ് സേനയുടെ പേരിൽ, വീരമുക്തി വരിച്ചവരുടെ പേരിൽ വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത്. കാരണം സേന എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വത്താണ്. അതൊരു സർക്കാരിൻ്റെ പോലും സ്വത്തല്ല. രാജ്യത്തിൻ്റെ മൊത്തം സംരക്ഷകരാണ്. അതൊരു പാർട്ടിയുടെ സ്വത്തുമല്ല. ആ സൈനികരുടെ പേരിലാണ് നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത്. ആ വോട്ട് ചോദിച്ച അതിനെതിരായിട്ടൊരു പരാതി വന്നു. ആ പരാതിയിൽ തീരുമാനമെടുത്തായിരുന്നു. എന്താ തീരുമാനമെടുത്തത്? തീരുമാനമെടുക്കണമെന്ന് അന്ന് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നിട്ടുള്ള അശോക് ലവാസ ആവശ്യപ്പെടുമ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് മുഴുവനും IT റെയ്ഡും ED റെയ്ഡും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഈ രാജ്യം വിട്ടുപോകേണ്ടി വന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് എന്താ ചെയ്തത്? ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തൊരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ. അതുകൊണ്ട് ഇക്കാര്യത്തിലും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. മറ്റേത് ഭരണഘടനാ സ്ഥാപനവും നിങ്ങൾ എടുത്തു നോക്കൂ. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഫിനാൻസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സുപ്രീം കോടതി അല്ലെങ്കിൽ മറ്റു കോടതികൾ ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ ഈ സ്ഥാപനങ്ങളെല്ലാം സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സർക്കാരാണ് പലപ്പോഴും അതിൻ്റെ നിയമങ്ങളും ന്യായങ്ങളും അലോക്കേഷൻസും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷനാണ് ഈ രാജ്യത്തെ ഏറ്റവും സ്വതന്ത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനം. അവർക്ക് വേറെ ഒരു പണിയില്ല. അവർക്ക് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നിഷ്പക്ഷമായി നടത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഒരു ഒബ്ലിഗേഷൻ്റെയും ആവശ്യമില്ലാത്ത ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ പറയുന്ന ഓരോ ഫേസിലെയും കണക്കുകൾ പറയുന്നതിൽ പോലും തന്നെ എത്ര വീഴ്ച വരുത്തുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ലൈൻ കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ അശോക് വലാസ പറയുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഇലക്ഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരു ഫേസ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ ഒരു ടേൺ ഔട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഏറ്റവും കറക്റ്റായിട്ടുള്ള ടേൺ ഔട്ട് പറയാൻ 48 മണിക്കൂർ വേണ്ട എന്നിരിക്കുകയാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞ് 11 ദിവസം കഴിഞ്ഞു. എന്നിട്ടാണ് ആദ്യത്തെ വോട്ടർ ടേൺ ഔട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഈ രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏറ്റവും സുതാര്യമായി നടക്കേണ്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏകപക്ഷീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളെ ആശങ്കപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ മുതൽ മോദിക്കെതിരെ മാത്രം 27 പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തിയിരുന്നത്. ഇതുവരെ ഒറ്റ പരാതിയിലും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഇപ്പോൾ ഏറ്റവും ശക്തമായി വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന, മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ പ്രസംഗം നടത്തിയ കേസിലാണ് ഒരു നടപടിയും എടുക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നത്. അത് പ്രതീകാത്മകമായ പ്രതികരണങ്ങൾ എന്നാണ് BJP അധ്യക്ഷൻ JP നഡ്ഡ നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നവരാണെന്നും SC/ST സംവരണം പിടിച്ചെടുക്കുന്നവരാണ് എന്നുമുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്മേൽ നോട്ടീസ് ലഭിച്ച ശേഷം അതിന് കൂടുതൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. അങ്ങനെ ആ സമയം ആവശ്യപ്പെട്ട ഘട്ടത്തിൽ കൂടുതൽ തീവ്ര പ്രസംഗങ്ങൾ ഓരോ ഘട്ടത്തിലുമായി അദ്ദേഹം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് സമയം അനുവദിക്കുന്ന നടപടിയാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മറിച്ച് അപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് വർഗീയമല്ല എങ്കിൽ കൂടി അതിന്മേൽ നടപടിയെടുക്കുക, നോട്ടീസ് നൽകുക, ഖാർഗെയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് വൈകി പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന അതിന് പിന്നിൽ തന്ത്രമുണ്ടെന്നും കള്ളക്കണക്കുകളാണ് എന്നും ഖാർഗെ പറഞ്ഞതിന് ഖാർഗെയെ വിമർശിക്കുന്ന പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്തു. ഇന്ന് പോലും പ്രതീകാത്മകമായ കാര്യങ്ങളാണ് വാരണാസിയിൽ കണ്ടത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് മോദി പത്രിക സമർപ്പിച്ചത് എന്നുള്ളതാണ് അതിലെ കൗതുകം. രാവിലെ മുതൽക്കുള്ള കാര്യങ്ങൾ, മതചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടമാണ്. ആ ചട്ടം എത്രയോ കാലമായി ലംഘിക്കപ്പെടുന്നു. ഇന്ന് വാരണാസിയിൽ കണ്ടതും അതുതന്നെയാണ്. ദശാശ്വമേധ ഘട്ടിലെ പ്രാർത്ഥന, കാലഭൈരവ ക്ഷേത്രത്തിലെ പൂജ, അതിനുശേഷം പത്രിക സമർപ്പിക്കുന്നു. ഹൈന്ദവ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞ ദിവസമാണ്. അത് ഒരു മതചടങ്ങിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് മോദി പത്രിക നൽകാൻ എത്തിയത്. അതിൽ NDA നേതാക്കളുണ്ടായിരുന്നു. അതിനു മുമ്പ് ഒരു വീഡിയോ പുറത്തിറക്കുന്നു. ഗംഗ എൻ്റെ അമ്മയാണ്, ഞാൻ വാരണസിയുടെ പുത്രനാണ് എന്നൊരു വീഡിയോ മോദി പുറത്തിറക്കുന്നു. ഇനി എങ്ങനെയാണ് പത്രിക സമർപ്പിക്കാനെത്തുന്നത്? പത്രികയിൽ ഒപ്പിട്ട 4 പേർ അതാര് എന്ന് നോക്കുന്നതും കൗതുകരമായിരിക്കും. അതും പ്രതീകാത്മകമാണ്.
ഒപ്പിട്ട 4 പേരിൽ ഒരാൾ ബ്രാഹ്മണനാണ്, 2 SC വിഭാഗത്തിൽപ്പെട്ട ആളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഷർട്ട് ഇടാത്ത ആളാണ് ബ്രാഹ്മണനായ വ്യക്തി. അദ്ദേഹം ആരാണ് എന്നുള്ളതും പരിശോധിക്കേണ്ടതുണ്ട്. ഗണേശ ശാസ്ത്രി, അദ്ദേഹം 66കാരനായ ഒരു വേദ പണ്ഡിതനാണ്. വാരണസി രാംഘട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തം കുറിച്ച വ്യക്തിയാണ്. അയോധ്യ ഭൂമി പൂജയുടെ മുഹൂർത്തം കുറിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രതീകാത്മകമായി കൊണ്ടുവരുമ്പോൾ വേറെയും ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും വേരുകളുണ്ട്. തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, UP-യിലേക്ക് കുടിയേറിയതാണ്. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലുള്ള പ്രതീകാത്മക അർത്ഥം എടുക്കുന്ന രീതിയിൽ അങ്ങനെ പത്രിക സമർപ്പണത്തിലും വളരെയധികം ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമുള്ള ഹിന്ദുക്കൾക്കിടയിലുള്ള വിടവ് അത് നികത്താനായിട്ടാണ് ഇങ്ങനെയൊരു വ്യക്തിയെ ഇതിനെ തെരഞ്ഞെടുത്തത് എന്ന വ്യാഖ്യാനങ്ങളും ചിലർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന ചില പ്രതീകാത്മക ധ്വനികൾ തന്നെയാണ്. ഇന്നുണ്ടായിരിക്കുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം, ഏറ്റവും ഞെട്ടിക്കുന്നതുമായ കാര്യം, ആം ആദ്മി പാർട്ടിക്കെതിരെ ED കേസെടുക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് PMLA ആക്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസെടുക്കുകയാണ്. അത് ഡൽഹി ഹൈക്കോടതിയെ ED അറിയിക്കുന്നു. ഏത് ഘട്ടത്തിലാണ് കേജ്രിവാൾ വലിയ തോതിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയും കേജ്രിവാൾ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചിരുന്നത് മോദിയാണ്. പല കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, വർഗീയമായി പറയുന്നു. അപ്പോൾ അതിന് മറുപടിയായി അപ്പുറത്തുനിന്ന് രാഹുലിൻ്റെ പ്രതികരണങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോൾ അജണ്ട നിശ്ചയിക്കുന്നത് കേജ്രിവാളാണല്ലോ. എങ്ങനെ BJPക്ക് അകത്തെ അന്തഃഛിദ്രങ്ങൾ ഒന്നുകൂടി കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. 75 വയസ്സ് വിരമിക്കേണ്ട പ്രായം, മോദി വിരമിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം എടുത്തിടുന്നു. പല നേതാക്കൾക്ക് പ്രതികരിക്കേണ്ടി വന്നു. 1 മണിക്കൂറിനുള്ളിൽ അമിത്ഷായ്ക്ക് പ്രതികരിക്കേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പോൾ ED ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസെടുക്കുമ്പോൾ പറയുന്ന കാര്യം 45 കോടി രൂപ ഈ മദ്യനയ അഴിമതിയിൽ ലഭിച്ച 45 കോടി രൂപ ആപ്പിന് ലഭിച്ചു. അതാണ് ഗോവയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പറയുന്ന ഒരു വാദം. ഇനി അതിലെ കൗതുകരമായ മറ്റൊരു കാര്യം, ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 2F പ്രകാരം അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഡെഫിനേഷൻ. PMLA സെക്ഷൻ 70 പ്രകാരം കമ്പനി എന്നതിൻ്റെ ഡെഫിനിഷനും അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നതാണ്. അതായത് ഒരു കമ്പനിയെ പ്രതി ചേർക്കും പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതി ചേർക്കാം. എങ്ങനെ ഒരു സർക്കാർ എടുക്കുന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി PMLA ആക്ട് പ്രകാരം പ്രതി ചേർക്കാം എന്നുള്ള ഒരു പുതിയൊരു രീതിക്ക് തുടക്കമിട്ടിരിക്കുന്നു ED എന്നുള്ളതാണ്. അങ്ങനെ കേജ്രിവാളിനെ അങ്ങനെ പൂട്ടാനാണ് ആലോചിക്കുന്നത്. കേജ്രിവാൾ ഇപ്പോൾ നോക്കൂ, നാളെ ലഖ്നൌവിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നു. 16 ജംഷഡ്പൂരിൽ, 17 മുംബൈയിൽ. അതായത് ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിലേക്ക് കേജ്രിവാൾ പ്രചാരണത്തിന് കടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ എങ്ങനെയൊക്കെ എതിരാളികൾക്കെതിരെ നടപടിയെടുക്കാം എന്നുള്ള ആലോചനകൾ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യത്തിലും ഈ 27 കേസിലും നടപടിയെടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. വളരെ വിശദമായി തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തുണ്ടായാലും, ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും അതിൽ നടപടി വേഗത്തിലുണ്ടാകും. നോട്ടീസ് കൊടുക്കും, മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് പോകും. പക്ഷേ ഭരണപക്ഷവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മോദിയുമായി ബന്ധപ്പെട്ടോ അമിത്ഷായുമായി ബന്ധപ്പെട്ടോ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ മാറിയിട്ടുള്ളതെന്ന്. അപ്പോൾ പൂർണ്ണമായും ഭരണപക്ഷത്തിന് വിധേയമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണോ സർക്കാർ പറയുന്നത്, എന്താണോ മോദി പറയുന്നത്, അതിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നികേഷ് കുമാർ. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും നാറിയ മറ്റൊരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നു. ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിനകത്ത് അരുൺകുമാർ ഗോയലും അശോക് ലവാലയും ഇടയ്ക്ക് രാജിവെച്ചു പോയി. എന്താണ് തങ്ങളുടെ രാജിയുടെ കാരണമെന്ന് രാജ്യത്തോട് പറയാൻ കൂട്ടാക്കാതെയാണ് അവർ പോയിട്ടുള്ളത്. നമ്മുടെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരെന്തിന് രാജിവെച്ചു എന്ന് സംബന്ധിച്ച് ഒരു വിശദീകരണവും ഉണ്ടായില്ല എന്ന് പിന്നെ നമ്മളെന്താ കണ്ടത്, ഒരു തട്ടിക്കൂട്ടിയ ഒരു ഭരണഘടനാ സ്ഥാപനം ഉണ്ടാവുകയാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പ്രാതിനിധ്യം ഈ 3 അംഗ സമിതിയിൽ ഉണ്ടാകണം. പക്ഷേ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ഒരു ഭേദഗതി കൊണ്ടുവന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രിയും, സ്വാഭാവികമായിട്ടും 3ാമത്തെ സ്ഥാനക്കാരൻ ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുമല്ലോ. അവരുടെ 2 പേരുടെയും ഭൂരിപക്ഷത്തോടു കൂടി ഒരു പ്രതിനിധി വരുമ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെടുന്നു. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. നമുക്ക് 1ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് നരേന്ദ്രമോദി തനി സ്വരൂപം കാണിച്ചിട്ടുള്ളത്.
പക്ഷെ അതേസമയം തന്നെ ഞാൻ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തെ കൂടി എടുത്തു പറയാൻ പല ചർച്ചകളിലും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഒരു തിയോക്രാറ്റിക് നേഷന് വേണ്ടിയുള്ള ജുഡീഷ്യറിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സുപ്രീം കോടതി നിർവഹിച്ച ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിലപാടുണ്ട്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിനകത്ത്. രണ്ട്, രണ്ട് എന്ന് പറയുന്നില്ല, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനമായി അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യ ഹർജി ഇല്ലാതെ സുപ്രീം കോടതി ജാമ്യ ഹർജി എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മാത്രമായി പുറത്തേക്ക് എത്തിക്കുന്നു. 2-ാം തീയതി നേരെ തിഹാർ ജയിലിലേക്ക് എത്തിക്കൊള്ളണം എന്ന് പറയാണ്. അവിടെ സുപ്രീം കോടതിയുടെ ഒരു റോള് മഹനീയമാണെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഭരണഘടനാ വിരുദ്ധമാണ്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് അഴിമതി സാർവത്രികമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്, അഴിമതി ഔദ്യോഗികമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പിടിച്ച് ജയിലിലിട്ടത്. സുപ്രീം കോടതി ചോദിച്ച ചോദ്യമേ ഉള്ളൂ, ഒറ്റൊന്നേ ഉള്ളൂ, 2 വർഷം മുമ്പാണല്ലോ നിങ്ങൾ ECIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമോ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇത് രണ്ടും രാഷ്ട്രീയ പ്രേരിതമാണ്. അല്ലെങ്കിൽ ഒന്ന് അഴിമതി സാർവത്രികമാക്കലാണ്, 2 രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റാണെന്ന് ബോധ്യപ്പെട്ട സുപ്രീം കോടതി അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയെ വേറിട്ട് നിർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1-ാം ഘട്ടം കഴിയുമ്പോഴേക്ക് ഈ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. 1-ാം ഘട്ടത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിതാ ഈ രാജ്യത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ പോകുന്നു എന്നാണ്. അങ്ങനെ 3-ാമത്തെ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ഇന്ത്യ തിളങ്ങുന്നു എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പന്തിയല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണ് 1-ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി പിന്നീട് ഒരുപക്ഷെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ പരിമിത മനസ്സ് പോലും പറയാത്ത രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതായത് ഹിന്ദുക്കളെ 2-ാം പൗരന്മാരാക്കുന്നു, SC/ST OBCയുടെ റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമെന്ന് പറയുന്നു, മാംഗല്യസൂത്രം പിടിച്ചു പറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു, രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പാകിസ്ഥാൻ അടക്കമുള്ള സ്ഥിരം പല്ലവിയിലേക്ക് വരുന്നു. നോക്കൂ, ആ ഘട്ടമാകുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ആ ഘട്ടത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇലക്ട്രൽ മെഷീൻ നരേന്ദ്രമോദിക്ക് BJPക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയെ സാധാരണഗതിയിൽ ഉപദേശിക്കാറുള്ള കോർപ്പറേറ്റുകൾ, അത് നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. അദാനിയും അംബാനിയും പണം നൽകിയപ്പോഴാണ്, അതായത് ട്രക്ക് നിറയെ പണം, കള്ളപ്പണം നൽകിയപ്പോഴാണ് രാഹുൽ ഗാന്ധി അവർക്കെതിരായിട്ടുള്ള ആക്ഷേപം നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് രാഹുൽ ഗാന്ധിക്ക് പണം നൽകാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ സംജാതമായിരിക്കുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഒരു പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ ഇവരുടെ ഒക്കച്ചങ്ങായിയാണ്. ഈ 2 തലത്തിലും അദാനിയൊന്നും രാഹുൽ ഗാന്ധിക്ക് പണം നൽകും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലേ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പിടിച്ച് പുറത്താക്കുന്നതിന് കാരണക്കാരൻ അദാനിയാണ്. മൊഹുവ മൊയ്ത്രയെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഈ പറയുന്ന അദാനിയാണ്. അങ്ങനെ ഒരു അദാനി രാഹുൽ ഗാന്ധിക്ക് പണം കൊടുത്തിരിക്കുന്നു, ടെമ്പോ വാൻ നിറയെ കള്ളപ്പണം കൊടുത്തിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി കണ്ടെത്തുകയാണ്. അപ്പോൾ അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ പണം കൊടുത്തു. അപ്പോൾ കോർപ്പറേറ്റ് ചായ്വ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ പറയുന്ന 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകും, അങ്ങനെ ഞാൻ നിങ്ങളെ എൻ്റെ ടേം അവസാനിക്കുന്നതിന് മുമ്പ് വലിയൊരു വികസിത സ്വപ്നത്തിലേക്ക് എത്തിക്കുകയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ഈ പറയുന്ന മുസ്ലിം ബാഷിങ്ങിലേക്കും പാകിസ്ഥാൻ ആവർത്തനത്തിലേക്കും എത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, കോർപ്പറേറ്റ് കൂടുമാറുന്നു എന്നുള്ളത്. 2, സത്താ മാർക്കറ്റിൻ്റെ 3-ാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോഴുള്ള സത്താ മാർക്കറ്റിൻ്റെ വിലയിരുത്തൽ എന്താണെന്നറിയാമോ? 275 മുതൽ 285 സീറ്റുകൾ വരെ മാത്രമേ NDAക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. 4 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 5, 6, 7 കഴിയുമ്പോഴേക്കും സത്താ മാർക്കറ്റിൻ്റെ പ്രവചനം എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല. രാജസ്ഥാനിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ കോൺഗ്രസ് കൂടുതലായി നേടും എന്ന് പറയുന്നു. ഹരിയാനയിൽ BJPക്ക് 4 മുതൽ 5 സീറ്റ് വരെ നഷ്ടപ്പെടുമെന്ന് പറയുന്നു. ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയലാണ് കേട്ടോ, ഹരിയാനയിൽ പകുതിയോളം സീറ്റുകൾ കോൺഗ്രസ് നേടാൻ പോകുന്നു എന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരും എന്നും ഒന്നിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ് എങ്കിൽ.
ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ ഈ തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതിയത് വർഷങ്ങൾക്കോ പതിറ്റാണ്ടുകൾക്കോ മുമ്പായിരിക്കും. ഡൽഹിയിൽ 2 മുതൽ 3 വരെ സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിന് കിട്ടുമെന്ന് പറയുന്നു. ബീഹാറിൽ 10 മുതൽ 12 സീറ്റുകൾ വരെ നഷ്ടപ്പെടും. മഹാരാഷ്ട്രയിൽ 20 സീറ്റ് വരെ മഹാവികാസ് അഘാഡിക്ക് കിട്ടുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ 2-ൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇനി ബുദ്ധിമുട്ടിയാൽ തന്നെ ആകെ ഒരു പക്ഷേ NDA അല്ല ഒരുപക്ഷെ DMK മുന്നണിക്ക് ബദലായി നിൽക്കുന്ന മുന്നണിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് 2 മുതൽ പഞ്ചാബ് 1 കിട്ടിയ ഭാഗ്യം. അങ്ങനെ BJPക്ക് 5 മുതൽ 7 വരെ സീറ്റുകൾ ഉത്തർപ്രദേശ് നഷ്ടപ്പെടും. അങ്ങനെ നിരവധി പ്രഡിക്ഷൻ ഈ പറയുന്ന സത്താ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോർപ്പറേറ്റുകൾ ചായ്വ് മാറ്റിയിരിക്കുന്നു. സത്താ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ചൂതാട്ടം, ആ ചൂതാട്ടത്തിൽ പോലും BJP ഇല്ല എന്നുള്ള വരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു 1.5 ഇടിഞ്ഞു. ആ 1.5 ഇടിഞ്ഞപ്പോഴാണ് അമിത്ഷാ കയറി എല്ലാ മാധ്യമങ്ങൾക്കും അഭിമുഖം കൊടുത്തത്. ഞങ്ങൾ 400+ തന്നെയാണ്, അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്ന്. അതിനുശേഷം ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്, പക്ഷേ പഴയ നിലയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടത്തിലേക്കാകുമ്പോഴേക്കും ചൂട് തട്ടിയപ്പോൾ വീണ്ടും മുസ്ലിം വിരോധം, പാകിസ്ഥാൻ, കോൺഗ്രസ്, അങ്ങനെ ഈ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നരേന്ദ്രമോദി തിരികെ എത്തിയിരിക്കുന്നു. ഏതായാലും 4ാം ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ അജണ്ട പക്ഷേ ബദലായി കൊണ്ടുവരാൻ ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രത്യേകത എന്താണ്? അരവിന്ദ് കെജ്രിവാളിനെ ആൾ കേൾക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അരവിന്ദ് കെജ്രിവാളിനെ കേൾക്കുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിന് ആ നിലയിലുള്ള ഒരു പ്ലാറ്റ്ഫോം BJP ഉണ്ടാക്കി കൊടുത്തന്നേ. ജയിലിൽ പിടിച്ചിടുന്നത് വലിയ വാർത്ത, സുപ്രീം കോടതി അത് പരിഗണിക്കുന്ന വാർത്ത, ജയിലിന് പുറത്തേക്ക് ഇറക്കുന്ന വാർത്ത. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. അരവിന്ദ് കെജ്രിവാൾ പറയുന്നതാണ് 75. ഉണ്ണി നമുക്കറിയാവുന്ന കാര്യമല്ലേ, 75 വയസ്സിൽ ഒരു ഏജ് ലിമിറ്റ് BJPയിൽ ഉണ്ടായിരുന്നു എന്ന് ഇനി ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? LK അദ്വാനി, ഞാൻ നേരത്തെ ചർച്ചയിൽ KVS ഹരിദാസിനോട് ചോദിച്ചു. KVS ഹരിദാസൊക്കെ പൂർണ്ണമായും ഒരു LK അദ്വാനി ആരാധകനാണ്. നോക്കൂ, BJPയെ സൃഷ്ടിക്കുന്നതിലെ ഏക കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് LK അദ്വാനി മാത്രമാണ്. അങ്ങനെ ഒരു LK അദ്വാനിയെ നിങ്ങൾക്ക് വനവാസത്തിലേക്ക് അയക്കാൻ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവുക, അത് നരേന്ദ്രമോദിക്ക് ഉണ്ടാകാതിരിക്കുക. ഇതിപ്പോൾ വേറൊരാളായിരുന്നു ഈ വിഷയം ഉന്നയിച്ചിരുന്നെങ്കിൽ അത് പതുക്കെ അങ്ങനെ അങ്ങ് പോയേനെ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പറയുന്നതിന് വാർത്താ പ്രാധാന്യം ഉണ്ടായി, ഇതിന് മറുപടി പറയേണ്ട അവസ്ഥയുണ്ടായി. എന്തുകൊണ്ട് LK അദ്വാനിക്ക് ബാധകമായിട്ടുള്ള 75 എന്ന ഏജ് ലിമിറ്റ് നരേന്ദ്രമോദിക്ക് ബാധകമല്ല എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഈ നിമിഷത്തിലും BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ 370-ൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ BJP എലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത്. 370 ഞങ്ങൾ നടപ്പാക്കി, ഇതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ CAയും ഈ 2 വിഭാഗീയ തന്ത്രമാണ്, വിഭാഗീയ നിയമനിർമ്മാണങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഈ 2 കാര്യത്തിനകത്ത് ഇപ്പോൾ 370 നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ 370-ലൂടെ പ്രത്യേക ഭരണഘടനാപരമായ അധികാരം നേടിയുള്ള കശ്മീരിൽ BJP സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടോ? 3 സീറ്റിൽ BJP സ്ഥാനാർത്ഥി ഇല്ല എന്ന് മാത്രമല്ല ഉണ്ണി, ഇവരാർക്കാണ് പിന്തുണ നൽകുന്നതെന്ന് പറയാൻ പോലും കൂട്ടാക്കുന്നില്ല. കാരണം അവിടെ ആർക്കാണ് പിന്തുണ, ഞാനിപ്പോൾ എൻ്റെ പിന്തുണ സ്മൃതി പരുത്തിക്കാടിനാണോ അല്ലെങ്കിൽ സുജിയ പാർവതിക്കാണോ എന്ന് പറഞ്ഞാൽ സുജിയ പാർവതിയും സ്മൃതി പരുത്തിക്കാട് ഇവിടുന്ന് ഓടും. കാരണം എൻ്റെ ട്രാക്ക് റെക്കോർഡ് അവിടെ അതാണ്. അപ്പോൾ ആർക്കാണ് പിന്തുണ എന്ന് പറയാൻ പോലും നിങ്ങൾ ഇതിൻ്റെ റഫറൻഡാണെന്ന് പറയുന്നു, 370-ൻ്റെ റഫറൻഡാണെന്ന് പറയുന്നു. 370-ൻ്റെ റഫറൻഡാണെന്ന് പറയുന്ന പാർട്ടി ആ പറയുന്ന പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസിയിലും മത്സരിക്കാൻ തയ്യാറല്ല. എന്നാൽ പോട്ടെ, മത്സരിക്കുന്നില്ല, ഞങ്ങൾ പീപ്പിൾസ് ഡെമോക്രസിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരു പാർട്ടിക്കോ ആണ് പിന്തുണ കൊടുക്കുന്നതെന്ന് പറയാൻ പോലും കൂട്ടാക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ ജമ്മു കാശ്മീർ മേഖലയിൽ 2 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ജമ്മുവിൽ മത്സരിക്കുന്നുണ്ട്, പക്ഷേ കാശ്മീരിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും രാഷ്ട്രീയത്തിൽ നമുക്ക് ചേരിതിരിവുണ്ടാകാം, പക്ഷേ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ആ നിലയിലുള്ള ചേരിതിരിവുണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ, ജുഡീഷ്യറി അതിൻ്റെ മഹനീയത ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പ്രതീക്ഷയ്ക്കപ്പുറത്ത് സുപ്രീം കോടതി അതിൻ്റെ റോൾ നിർവഹിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മാറിയ ഒരു ഭരണഘടനാ സ്ഥാപനം മുൻപ് നമുക്കുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. കാരണം കൊടുത്ത നോട്ടീസിനുള്ള മറുപടി കിട്ടിയിട്ടേ ഉള്ളൂ. അത് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക്, അതായത് കോൺഗ്രസിന്റെ അധ്യക്ഷന് കൊടുത്തതിനും JP നദ്ദ എന്ന BJPയുടെ അധ്യക്ഷന് കൊടുത്ത നോട്ടീസിനുള്ള മറുപടികൾ പരിശോധിച്ച ശേഷം ഈ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനുള്ള ആ നോട്ടീസിന്റെ മറുപടിയിലും ആക്ഷൻ ഉണ്ടായിട്ടില്ല.
അത് വിട്ടുപോയതാണോ എന്തോ, അതിലും നടപടി ഉണ്ടായിട്ടില്ല. ഇത് മാത്രമല്ല വൈകുന്നത് എന്നത് കൂട്ടിച്ചേർത്തുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞ നെഗറ്റീവായുള്ള കാര്യങ്ങൾ കൂടുതലായും ഇവിടെ കോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം മാത്രം പറയാം. ഇന്നത്തെ എന്നെ സൃഷ്ടിച്ചത് ഒരു കാലത്ത് എന്നെ അധിക്ഷേപിച്ചവരാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് വളരെ റെലവൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഗുജറാത്ത് മുതൽ നരേന്ദ്രമോദി മോശമാണ്, നരേന്ദ്രമോദിയുടെ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് പോകാൻ സ്വീകരിച്ച വഴികൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നിടത്തോളം നരേന്ദ്രമോദി പടിപടിയായി വളരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഗുജറാത്തിൽ തുടർച്ചയായി ഭരിച്ചതുപോലെ ഇന്ത്യ തുടർച്ചയായി ഭരിക്കാൻ പോകുന്ന ഒരു നരേന്ദ്രമോദിയെ സൃഷ്ടിക്കുകയാണ് ഈ വിമർശകർ, കെജ്രിവാൾ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങൾ കൂടുന്തോറും നരേന്ദ്രമോദി കൂടുതൽ കരുത്തു പ്രാപിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്, എൻ്റെ നിഘണ്ടുവിൽ പരിഭ്രമം എന്നൊരു വാക്കില്ല എന്ന്. ഇനി സുപ്രീം കോടതിയെക്കുറിച്ച് നേരത്തെ സർ പറഞ്ഞു. സുപ്രീം കോടതി പരമോന്നത നീതിന്യായ പീഠമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അത് സർ പറഞ്ഞതുപോലെ തന്നെ ഞാനും അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ നരേന്ദ്രമോദിയുടെ ഈ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയിലെ ഉത്തരവ് കൂടി പരാമർശിച്ചു പോകണമല്ലോ. ഇന്ന് സുപ്രീം കോടതി ഒരു ഹർജി തള്ളി. വലിയ രീതിയിൽ വാർത്തയൊന്നുമായില്ല. സുപ്രീം കോടതി തള്ളിയ ഹർജി എന്ന് പറഞ്ഞാൽ പ്രചാരണ വേളയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ മോദിയെ 6 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണം എന്നായിരുന്നു ഫാത്തിമ എന്ന വ്യക്തി ഹർജിയുമായി സുപ്രീം കോടതിയിൽ ചെന്നത്. സുപ്രീം കോടതി ആ ഹർജി എടുത്തങ്ങ് തള്ളി. ജസ്റ്റിസുമാരായ വിക്രം നാഥും SC ശർമ്മയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത്. എന്നിട്ട് ബന്ധപ്പെട്ട ബോഡി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പരാതിയുമായി പോകൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് എവിടെയൊക്കെയാണ് ഈ രീതിയിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാട്ടിയെന്നേ ഉള്ളൂ. ഇനി ഡൽഹി ഹൈക്കോടതിയിലേക്ക് വരാം. നീതിന്യായ പീഠത്തിന്റെ വിശ്വാസ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതൊരു തുടർച്ചയായി ഞാൻ പറയാം. ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നാൽ നരേന്ദ്രമോദി പെരുമാറ്റം ചട്ടം ലംഘിച്ചതിന് നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നത്. അത് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി തള്ളി. ആ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് സച്ചിൻ ദത്ത പറഞ്ഞത് ഹർജി എന്ന് പറയുന്നത് ഹോളി മിസ്കൺസീവ്ഡ് ആണ്. ഈ ഹർജിയുടെ ഒരു റെലവൻസ് എന്താണ്, ഈ ഹർജിയുടെ ഒരു അന്തസ്സത്തെ എന്താണ് എന്നാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വന്ന ചോദ്യം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ പൂട്ടിയിട്ട് നരേന്ദ്രമോദി കീ കൊടുക്കുമ്പോൾ മാത്രം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ അതേ നീതിന്യായ സംവിധാനത്തിൽ നിന്ന് ഈ വിഷയത്തിൽ തന്നെ വന്ന ഹർജികളിൽ വന്നിരിക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമാനുസൃതമായി സ്വതന്ത്ര തീരുമാനം എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട് എന്നത് ഈ കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് നടത്തിയ നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മൈക്രോ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു മൈക്രോ മാനേജ്മെന്റിന്റെ ആവശ്യകതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നതോ ഇല്ല എന്ന് കൂടി കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വാദവും പൊളിഞ്ഞു. പൊളിറ്റിക്കലായിട്ടുള്ള നെറേറ്റീവ് അതേപടി ഏറ്റെടുക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് ഡൽഹി ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ഷഹീൻ അബ്ദുള്ള, അമിതാഭ് പാണ്ഡെ, ദേവ് മുഖർജി 3 പേർ ഹർജിയുമായി ഡൽഹി ഹൈക്കോടതിയിൽ പോയിരുന്നു. അതിൽ ഒരു ഹർജി പോലും കോടതി അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള റിമാർക്കുകൾ ആ ഹർജി തള്ളിക്കൊണ്ട് കോടതി നടത്തി എന്നുള്ളത് കൂടി നമ്മൾ പൊതുജന സമക്ഷത്തേക്ക് വെക്കേണ്ടതാണ്. കാരണം നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പരാമർശങ്ങൾ വന്നാൽ അത് ബാനർ ഹെഡ്ലൈൻ ആകുന്ന കാലമായതുകൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിദ്വേഷ പ്രസംഗം അല്ലെങ്കിൽ സോകോൾഡ് കംപ്ലൈന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 21 നേരത്തെ ഉണ്ണിസാർ പറഞ്ഞതുപോലെ രാജസ്ഥാനിലെ ബൻസ്വാരയിലെ റാലിയിൽ നരേന്ദ്രമോദി നടത്തിയ പരാമർശം, അതിലാണല്ലോ ഈ നോട്ടീസ് അയക്കുന്നത്, മറുപടി നൽകാൻ വൈകി എന്ന് പറയുന്നത്. ഈ മറുപടി നൽകുമ്പോൾ അവരെന്താണ് പറയുന്നത്? ബേസ്ഡ് ഓൺ ഫാക്ട്സ്. JP നദ്ദ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായി എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ മുസ്ലിം എന്ന് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഈ വിഷയം നേരത്തെ ചർച്ചയ്ക്കെടുത്തപ്പോഴും ഞാൻ ഇത് തന്നെയാണ് അഭിപ്രായമായി പറഞ്ഞത്. മുസ്ലിം എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഈ പറയുന്ന വിദ്വേഷപരമായ വാചകം എന്ന് പറയുന്നിടത്ത് ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് കൂട്ടിച്ചേർത്തവരാണ് കുറ്റക്കാർ. കൂട്ടിച്ചേർത്തവരാണ് യഥാർത്ഥത്തിൽ ഈ വിദ്വേഷം പ്രചരിപ്പിക്കാനായി മുൻകൈയെടുത്തത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം നുഴഞ്ഞു കയറി വരുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുന്നതിനായിട്ടുള്ള ആസൂത്രിതമായ ഒരു ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ കുറെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചർച്ചകളിൽ നിന്നും ഒക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ 2 ഘട്ടം വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഇതിൽ നരേന്ദ്രമോദി പറഞ്ഞ അതിൻ്റെ ആ പ്രസക്ത ഭാഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ അവർ നിങ്ങളുടെ കെട്ടുതാലി പോലും വിടില്ല, ആ ലെവൽ വരെ അവർക്ക് പോകാനാകും. അതിന് കൃത്യമായ തർജ്ജമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ആ ലെവൽ വരെ അവർക്ക് പോകാനാകും എന്നാണ് പറഞ്ഞത്. അതിനെയാണ് പ്രതീകാത്മകമെന്ന് JP നദ്ദ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. ഒപ്പം
കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നത് സ്ത്രീകളുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് കണക്കാക്കി അത് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകുമെന്നാണ്. അത് ആർക്കാണ് വിതരണം ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ മുസ്ലിങ്ങൾക്കാണ് വിതരണം ചെയ്യുക എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് വിതിൻ കോട്ട്സ്. മൻമോഹൻ സിംഗ് സർക്കാർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വത്തുകളിൽ ആദ്യ അവകാശമുണ്ടെന്ന്. അത് മൻമോഹൻ സിംഗ് പറഞ്ഞ സെന്റൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം PIBയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിന്റെ വിശദീകരണം എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും. കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് വിതരണം ചെയ്യും, നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും. അവിടെ പറഞ്ഞിട്ടുണ്ടോ മുസ്ലിങ്ങളാണെന്ന്? അവിടെയും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച നിങ്ങളുടെ സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോകണോ? അവിടെയും മുസ്ലിങ്ങളായ നുഴഞ്ഞുകയറ്റക്കാർക്ക് എന്ന് ഉപയോഗിച്ചിട്ടില്ല. ഒരിടത്തും ആ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ നരേന്ദ്രമോദി ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനി നരേന്ദ്രമോദി ചെയ്ത കാര്യം തെറ്റാണ് എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ പുറമേ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് വിശകലനം ചെയ്യുന്ന ആളുകളോ അല്ല തീരുമാനിക്കേണ്ടത്. സ്വതന്ത്രവും നീതിയുക്തവുമായി തെരഞ്ഞെടുപ്പ് നടത്താനായി നിയോഗിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ഡിസിഷൻ അവരെടുക്കട്ടെ. മറുപടി കിട്ടി. അതായത് മല്ലികാർജ്ജുൻ ഖർഗെയുടെയും JP നദ്ദയുടെയും മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് അവരാണ് നടപടിയെടുക്കേണ്ടത്. അതിന്മേൽ ഇങ്ങനെ അഭിപ്രായം പറയുകയും അവർ കൃത്യമായ നടപടി എടുക്കില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നത് ഈ പുറത്ത് നിൽക്കുന്ന തേർഡ് പാർട്ടീസ് ആണ്. അപ്പോൾ ആ തേർഡ് പാർട്ടീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ അത് ഈ വിദ്വേഷ പരാമർശത്തെക്കാളും അപ്പുറം പോവുകയാണ്. അതായത് ചർച്ചകൾ നടക്കുന്നത് എങ്ങനെയാണ്? നരേന്ദ്രമോദി മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉണ്ടാക്കി, ഇൻഫിൽട്രേറ്റേഴ്സ് മുസ്ലിങ്ങളാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം കോട്ട് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ഈ പ്രസംഗത്തിലല്ല. ഈ പ്രസംഗത്തെക്കുറിച്ചാണ് പരാതി. ഏപ്രിൽ 21 പ്രസംഗത്തെക്കുറിച്ചാണ് പരാതി. ആ പ്രസംഗത്തിൽ മുസ്ലിം എന്ന് ജോയിൻ ചെയ്തുകൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് എന്ന് പറയുന്നത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഏപ്രിൽ 21 മുൻപുള്ളതും ശേഷമുള്ളതുമായ മറ്റ് പ്രസംഗങ്ങളിലൊക്കെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗിവൺ കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് രാജസ്ഥാനിലേതാണ്, ഏപ്രിൽ 21 അതിനുള്ളിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ചില കാര്യങ്ങൾ റെഫറൻസ് അല്ലെങ്കിൽ പ്രതീകാത്മകമായി സൂചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. മെയ് 7 BJP ഫോർ കർണാടക എന്ന് പറയുന്ന എക്സിലെ ഹാൻഡിൽ, ആ ഹാൻഡിലിൽ നിന്ന് ഒരു വീഡിയോ മാറ്റാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നല്ലോ, ഉടൻ തന്നെ മാറ്റാൻ. അപ്പോൾ നടപടി എടുത്തില്ല. BJPയുടെ ആണെങ്കിൽ നടപടിയെ എടുക്കില്ല എന്ന് പറയുന്ന വാദം അവിടെ പൊളിഞ്ഞു. ഇനി ആരോട് ആവശ്യപ്പെട്ടെ? BJP ഫോർ കർണാടക ഹാൻഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഞാൻ പറയുന്നത് എക്സിന്റെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ണിസാർ ഇടുന്നത് ഒരു ന്യൂഡിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറയുന്നത് ഉണ്ണിസാറിനോടല്ല, ഇൻസ്റ്റഗ്രാമിനോടാണ്. അതാണ് അതിന്റെ പോളിസി. അതായത് ആരാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരാണ് അത് റിമൂവ് ചെയ്യേണ്ടത്. അതിന് ഉണ്ണിസാറിനെ അറിയിക്കുകയോ ഉണ്ണിസാറിന്റെ പെർമിഷൻ ചോദിക്കുകയോ ഉണ്ണിസാർ വിലക്കിയാൽ അതെടുത്ത് മാറ്റാതിരിക്കുകയോ വേണ്ട. അത് ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. ഇൻസ്റ്റഗ്രാമിന് കഴിയും, മെറ്റയ്ക്ക് കഴിയും. അതുപോലെ തന്നെ എക്സ് ആണ് അതെടുത്ത് മാറ്റേണ്ടത്, അത് റിമൂവ് ചെയ്യണം. അത് മോദിയുടെ പ്രസംഗത്തിനെതിരെ ഞാൻ പറയട്ടെ മാഡം, അതായത് ഒരു പരാതിയിലും അല്ലെങ്കിൽ BJPക്കെതിരെ വരുമ്പോൾ ഒന്നിലും നടപടി എടുക്കുന്നില്ല എന്ന് പറയുന്നതിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. മെയ് 7 ഇങ്ങനെ ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അധികാരവുമില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് നമ്മൾ വിധിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള നടപടികൾ എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ്, അല്ലാതെ വെറുതെ പോയി എന്തെങ്കിലും പറഞ്ഞതിനല്ല നടപടിയെടുത്തത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ആർട്ടിക്കിൾ 324 ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 അനുസരിച്ചുകൊണ്ടുള്ള ബ്രോഡായിട്ടുള്ള പവേഴ്സ്, അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, അതാണ് ഉണ്ണിസാർ നേരത്തെ ഇവിടെ കോട്ട് ചെയ്തത്. അതായത് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി നടത്തുക അല്ലെങ്കിൽ ഒരു ഫെയർ ഇലക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതിനെ കുറിച്ച് സാർ പറഞ്ഞല്ലോ. അതിൽ എന്താണ് മറ്റൊരു കാര്യം കൂടി ഉറപ്പാക്കണം, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നതും കൂടി ഉറപ്പാക്കണം. അതിന് മറുഭാഗത്ത് നിന്നുകൊണ്ട് കിട്ടുന്ന കമ്പും കുറുവടിയും എല്ലാം മറുവശത്ത് മോദിയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ദേഹത്ത് നിന്ന് കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോടതിയിലേക്ക് പോകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തുരുതുരാ പരാതികൾ അയക്കുന്നു. മാത്രമല്ല വിമർശനങ്ങൾ അതിരുവിടുന്ന തരത്തിൽ മറുഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് വാർത്തയാകില്ല. നരേന്ദ്രമോദി പറഞ്ഞാൽ വാർത്തയാകുന്നു, നരേന്ദ്രമോദി പറയുന്ന നല്ല വാചകങ്ങൾ വാർത്തയാകുന്നില്ല എന്നതുകൂടി ഇവിടെ ഞാൻ പറയാം. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കുന്നത് സെക്ഷൻ 123(3)A, അത് റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് ആണ്, RPA ആണ്.
RPA അനുസരിച്ചുകൊണ്ടുള്ള നടപടി ഇതിൽ എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏപ്രിൽ 21 പ്രസംഗത്തിലല്ല, നരേന്ദ്രമോദി നടത്തിയ മറ്റു പ്രസംഗങ്ങളിലെ ഭാഗങ്ങൾ അതിൽ പരാതി വരികയാണെങ്കിൽ ആക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ പരാതി കൊടുത്തവർ കോട്ട് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 21 രാജസ്ഥാനിലെ പ്രസംഗമാണ്. അതിൽ മുസ്ലിം എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ള ഫാക്ട് അവിടെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള വിദ്വേഷ പ്രസംഗം ഏതാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പരാതി കൊടുത്താൽ സെക്ഷൻ 125 ഓഫ് ദ RPA അതനുസരിച്ച് 3 വർഷം തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയൊക്കെ കിട്ടാൻ കഴിയുന്ന ഒരു ലീഗൽ ബാക്കിംഗ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ശ്രമങ്ങളായിരുന്നു പ്രതിപക്ഷം നടത്തേണ്ടിയിരുന്നത്. അത് പ്രതിപക്ഷം നടത്തിയിട്ടില്ല എന്നതുകൂടി നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇനി മുസ്ലിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടിയേ കൊടുത്തിട്ടില്ല എന്ന് കരുതരുത്. നരേന്ദ്രമോദി മറുപടി ഇന്നുകൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദശാശ്വമേധ ഘട്ടിൽ പോയി പ്രാർത്ഥന നടത്തുന്നത് അത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെയും രാവിലെ കുർബാന കൂടിയിട്ട് പോയി നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് പോലെയൊക്കെ തന്നെയുള്ളൂ. നരേന്ദ്രമോദി ഒരു പ്രാക്ടീസിംഗ് ഹിന്ദുവാണ്. പ്രാക്ടീസിംഗ് ഹിന്ദുവായ ഒരു മനുഷ്യന് തന്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോഴേക്കും അയാളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അയാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന് എവിടെയാണ് പറയുന്നത്? നമ്മുടെ ഭരണഘടന പോലും ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ആ പൗരസ്വാതന്ത്ര്യത്തിന് അപ്പുറം ഒന്നും നരേന്ദ്രമോദി ഇന്ന് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാനായി വൻ വ്യവസായികൾ തന്നെ വേണം, അല്ലെങ്കിൽ അഴിമതിക്കാർ തന്നെ വേണമെന്നൊന്നും ആർക്കും നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം. നരേന്ദ്രമോദി അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള ആളുകളെ കൂട്ടി നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ പോകുന്നു. മാത്രമല്ല കോൺഗ്രസിന്റെ സൂററ്റിലെ കാൻഡിഡേറ്റിനെ പോലെ പിൻവലിച്ചോടുന്നവരല്ലാത്തവരും വേണം. അങ്ങനെയുള്ള ആളുകളെ കൂടി വേണമല്ലോ തെരഞ്ഞെടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദിയും നൽകിയത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി മുസ്ലിം മുസ്ലിമിനെതിരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ അഭിമുഖം പല ദേശീയ മാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിമുഖം ഇപ്പോഴും പലതവണയായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ 2002 ശേഷം പ്രതിച്ഛായ തകർക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് നരേന്ദ്രമോദി ഈ അഭിമുഖങ്ങളിൽ ഒന്നിൽ പറയുന്നത്. അതിന് അദ്ദേഹം വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. എൻ്റെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന മുസ്ലിം കുടുംബങ്ങൾ അവർ ഈദിന് അവർ ഭക്ഷണം തന്റെ വീട്ടിൽ കൊണ്ട് തരുന്നതിനെ പറ്റി അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം തനിക്കെതിരാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായപ്പോൾ അത് തിരിച്ചറിയുന്നതിന് വേണ്ടി സർവേ നടത്തിയതിനെ പറ്റി നരേന്ദ്രമോദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനേക് ചൗക്ക്, അഹമ്മദാബാദിൽ ഉള്ള മനേക് ചൗക്ക് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അവിടെ കച്ചവടം നടത്തുന്നത് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് ഹിന്ദുക്കളും. അപ്പോൾ അവിടെ ഒരാൾ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചപ്പോൾ കടയുടമ നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന നരേന്ദ്രമോദിയാണ് മോശക്കാരൻ, മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പോകുന്ന ഒരു ആളായും ഒക്കെയാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നതിനോടൊപ്പം അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവരെന്ന് മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം അദ്ദേഹത്തോട് ഈ അഭിമുഖത്തിലും ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന മറുപടി കൂടി ഞാൻ പറയട്ടെ മാഡം. വളരെയധികം കുട്ടികളുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുസ്ലിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ആളുകൾ കരുതുന്നത് എന്തിനാണ്? പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല. ഞാൻ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രം കൂടുതൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കൂ എന്ന് മാത്രമാണ് പറഞ്ഞതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാം വീഡിയോയും നമുക്ക് ലഭ്യമാണ്. നമുക്ക് എക്സിനോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. BJPയുടെ വിശദീകരണം തേടിയിട്ടില്ല. ആ വീഡിയോ ഇപ്പോഴും വാട്സപ്പിൽ ലഭ്യമാണ്. ആ വീഡിയോ, ആ പറഞ്ഞ വീഡിയോ ഇപ്പോഴും വാട്സപ്പിൽ ലഭ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. BJPയുടെ വിശദീകരണം നമ്മുടെ സമയം പൂർണ്ണമായി കഴിയുകയാണ്. അതായത് ഇപ്പം സുജിയ പറഞ്ഞ വളരെ കറക്റ്റാണ്. അങ്ങനെ പ്രധാനമന്ത്രി അത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയുമാണ്. അതായത് ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ഡീലിമിറ്റേഷനിൽ ജമ്മു മേഖലയിലാണ് 6 സീറ്റ് കൊടുത്തിട്ടുള്ളത്. കശ്മീർ മേഖലയിൽ 1 സീറ്റ് മാത്രമേ കൂടുതൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെയാണല്ലോ നമ്മൾ മുസ്ലിം ഹിന്ദു ഡിവൈഡ് ഉള്ളത്. ജമ്മുവിൽ ഹിന്ദുക്കളാണുള്ളത്, കശ്മീരിൽ മുസ്ലിങ്ങളാണുള്ളത്. അവിടെ 1 സീറ്റേ കൂടിയിട്ടുള്ളൂ. 6 സീറ്റ് ഹിന്ദുക്കളാണ് പെറ്റുകൂട്ടുന്നത് എന്ന് വേണം കണക്കാക്കാൻ. പിന്നെ രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടി, BJP ഒരു ഹിന്ദു വർഗീയ പാർട്ടിയാണ്. 1925 ശേഷം RSS നിരവധി വർഗീയ കലാപങ്ങളിൽ പങ്കെടുത്തതായിട്ട് ചരിത്രരേഖകളുണ്ട്, കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. BJP അതിൻ്റെ രൂപീകരണത്തിന് ശേഷം അതും നിരവധി കലാപങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാരണസിയിൽ മത്സരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പോയി പത്രിക കൊടുക്കുന്ന പോലെയല്ലല്ലോ കൊടുക്കുന്നത്. മുഴുവൻ റിച്വൽസോട് കൂടിയാണ്. 10 വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രസംഗിക്കുന്നത് മുഴുവൻ വർഗീയത. അപ്പോൾ ഭൂരിപക്ഷത്തിന് അതാകാം, ന്യൂനപക്ഷത്തിന് പറ്റില്ല എന്നുള്ള ഒരു നറേറ്റീവാണ് ഇപ്പോൾ ആളുകൾ അംഗീകരിച്ചിട്ടുള്ളത്. 2002 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ. ഇത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങ് ഊട്ടി ഉറപ്പിക്കാൻ പോവുകയാണ്. അതായത് BJP തന്നെയാണ് വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ
അത് പറ്റില്ല. അതൊരു ആഖ്യാനമായി വരികയാണെങ്കിൽ ഈ രാജ്യം വലിയ കലാപത്തിലേക്ക് പോകും. ഒരു വിഭാഗം മാത്രം എല്ലാ കാലഘട്ടത്തിലും വർഗീയത പറയുകയും മറുവിഭാഗം എല്ലാ കാലഘട്ടത്തിലും കാത്തുകെട്ടി കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ജനകോടികൾക്ക് വിധിയെഴുത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഈ ഒരു തെറ്റായ പ്രവണതയ്ക്കെതിരെ വിധിയെഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം. ശരി, കമ്മീഷൻ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് നടപടി എടുക്കില്ല എന്ന് തന്നെയാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.